ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഗൈഡൻസ് മെസ്സേജ് ഇടുന്നുണ്ട്. ഇന്ന് ന്യൂ മൂണാണ്. ഓക്കെ, അമാവാസിയാണ്. പ്ലസ് ഒരു സോളാർ എക്ലിപ്സിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. വേറെയും ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നടക്കുന്ന ദിവസമാണെന്നൊക്കെയാണ്. ഇന്ന് വളരെ പവർഫുൾ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഇതിന് ഞാൻ റെമഡീസ് എൻ്റെ അമാവാസിയുടെ വീഡിയോ അതൊന്നെടുത്ത് കാണാം. ഓക്കെ, ഞാനത് ഇവിടെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, അതൊന്നെടുത്ത് കാണാം, നിങ്ങൾ ചെയ്യാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം, റെമഡീസ് ചെയ്യാം. ഓക്കെ, കുറച്ച് വീഡിയോസ് ഉണ്ട് അതിൽ. ന്യൂ മൂൺ, ഫുൾ മൂൺ ഒക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഓക്കെ, മാനിഫെസ്റ്റേഷൻ്റെ വേറെ വീഡിയോസ് ഉണ്ട്. നമ്മൾ മന്ത്രാസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എൻ്റെ. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓം ക്ലീം കൃഷ്ണായ നമ്മുടെ ഉണ്ട്. വേറെ 2-3 വീഡിയോസ് ഞാൻ മാനിഫെസ്റ്റേഷന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്നെടുത്ത് ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇവിടെ താഴെ അങ്ങോട്ട് ഇട്ടേക്കാം, ഒന്നെടുത്ത് കാണാം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഓവറോൾ ഗൈഡൻസ് മാത്രമായിട്ട് ഓക്കെ, നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് യൂണിവേഴ്സ് എന്താ തരുന്നത്, നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓവറോൾ മുന്നോട്ട്. ഓക്കെ, ടുവേർഡ്സ് ഏപ്രിൽ നമുക്ക് കണക്കാക്കാം. ഏപ്രിലേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ആക്ച്വലി ഈ ഡെക്ക് കൂടെ എടുക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ക്വീൻ ഓഫ് ദ ഇത് ഞാൻ എടുത്തിരുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. എന്നാൽ നമുക്കൊന്ന് ഓക്കെ ലെറ്റ്സ് സീ നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നത്. Realizations, very good. Assessing, resilience, extremes, okay, self-love, new beginnings. Wow. ന്യൂ മൂൺ അമാവാസി അല്ലേ, അമാവാസിയിൽ ന്യൂ ബിഗിനിങ്സ് കാണുന്നുണ്ട്. പേഷ്യൻസ്, ഓക്കെ, ഗുഡ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള അഡ്വൈസസ് ആണെന്ന് വരുന്നത്. ഓക്കെ, ആൻഡ് ട്രസ്റ്റ്. ആൻഡ് ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഓവറോൾ ഓക്കെ ഓരോ കാർഡായിട്ട് പറയാം. ഇവിടെ റിയലൈസേഷൻ ഉണ്ട്. ആദ്യത്തെ നിങ്ങൾ പല കാര്യങ്ങളും ഈ അമാവാസി കഴിഞ്ഞ് പോകുമ്പോൾ ഓക്കെ, ആൻഡ് ഇവിടെ സോളാർ എക്ലിപ്സും ഞാൻ പറഞ്ഞു. സോ ഈ ഒരു എനർജി മാറിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് റിയലൈസേഷൻസ് വരും. ഓക്കെ, അതെങ്ങനെയാണ് വരിക? റിയലൈസേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ട്രിഗർ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ആവും. നിങ്ങൾ കുറച്ച് ലൈക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ കാര്യം നിങ്ങൾ ആരോടെങ്കിലും അപ്സെറ്റ് ആവാനുള്ള സാധ്യതയാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്കും അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നടക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ റിയലൈസേഷൻസ് വരികയാണ്. നമ്മൾക്ക് ശരിക്കും നമ്മുടെ സന്തോഷം ഏതിലാണ്? ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമ്മളുടെ കൂടെയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി, കൂടെയുള്ള വ്യക്തികൾ, ഫാമിലിയിലായാലും പുറത്തായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഓക്കെ, അതിലെന്താണ് നമുക്ക് നല്ലത്, ഏതാണ് നമുക്ക് നമ്മളുടെ സന്തോഷങ്ങൾ നടക്കുന്നുണ്ടോ, നമ്മളുടെ സന്തോഷങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടോ? ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ഒരുപാട് റിയലൈസേഷൻസ് വരുന്ന ഒരു സമയം പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ അസസിങ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവനവനെ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തു നോക്കിയിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവർ എങ്ങനെയുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്താ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക, എന്താ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തത്, എല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും എന്തും ഓവർകം ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. സോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങളെ വ്യക്തമായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും സാധിക്കും. ഓക്കെ, ഓരോ പ്രോബ്ലംസിനും പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യുന്ന ലെവലിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും പറ്റില്ല, എനിക്ക് മതിയായി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. അതവിടെ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. യൂണിവേഴ്സ് എല്ലാവർക്കും തന്നിട്ടുണ്ട് അത്. ഓക്കെ, നിങ്ങളത് റിയലൈസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങളെ തന്നെ മാറ്റിക്കൊണ്ടുവരിക. നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവുക. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ എക്സ്ട്രീംസ് എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ മേ ബി നിങ്ങൾ ഈ ഫുൾ മൂൺ ടൈമിൽ കുറച്ചൊരു എക്സ്ട്രീം എനർജിയിലേക്ക് പോവാം. ഒന്ന് വളരെ ചിലപ്പോൾ ലൈക്ക് ബോഡി ഹീറ്റൊക്കെ കൂടുന്ന തരത്തിലായിരിക്കും. കാര്യം ഇത് കാണുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് പറയാതിരിക്കാൻ ചൂടുകാലമാണ് ഇപ്പോൾ നമുക്ക്. സോ അതുകൊണ്ടും ആയിരിക്കും. ബട്ട് ഐ തിങ്ക് മേ ബി എക്സ്ട്രീം എനർജി ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അതിപ്പോൾ കൂടുതൽ ബോഡി ഹീറ്റ് തോന്നിക്കുക, ഓക്കെ, റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നുക, ഓക്കെ, ഒരു വല്ലാത്തൊരു ആങ്സൈറ്റി തോന്നുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അവനവനെ
ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് റെമഡീസ് ചെയ്യുക. ഉപ്പിട്ട് കുളിക്കലൊക്കെ ആദ്യം ചെയ്യുക. വീട്ടിലൊരു വിളക്ക് കൊളുത്തി വയ്ക്കുക, ക്യാൻഡിൽ കൊളുത്തി വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എക്സ്ട്രീമിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. മേ ബി ചിലപ്പോൾ ബോഡി പെയിനോ ബോഡി ഹീറ്റോ ഒക്കെ കൂടാനൊക്കെ ഉള്ള ഒരു അവസരം കാണുന്നുണ്ട് ഇവിടെ. സോ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, എന്ന് വെച്ചാൽ ടെൻഷനും ആവണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, പുറത്ത് നല്ല ഒരു കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ സെൽഫ് ലവ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ വേണ്ടത് അതാണ്. നിങ്ങൾ അവനവനെ കെയർ ചെയ്യൂ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട. മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവരെന്തോ പറഞ്ഞുകൊണ്ട് പൊക്കോട്ടെ. ഓക്കെ, നിങ്ങൾ അവനവനെ ഇപ്പോൾ തൽക്കാലം കെയർ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ അവനവന് കൊടുക്കുക. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ അവനവനും കൊടുക്കണം നിങ്ങൾ. ഓക്കെ, ആൻഡ് ന്യൂ ബിഗിനിങ്സ് പറയുന്നുണ്ട്. മാറ്റം, ഞാൻ ഓൾറെഡി റിയലൈസേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരും ലൈഫിൽ. ഓക്കെ, പേഷ്യൻസ്, ഒക്കെ ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വലുതൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വേഗം ഒന്ന് മറികടക്കുന്നു പോകണം, അല്ലെങ്കിൽ അത് വേഗം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതിൻ്റെതായ സമയം എടുക്കും. ബിക്കോസ് ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുണ്ട്, നിങ്ങളെ തന്നെ കെയർ ചെയ്യാനുണ്ട്. അപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വേഗം ചെയ്യുന്നു അത്രത്തോളം വേഗം കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര വേഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു സോ അതിനനുസരിച്ച്. പക്ഷെ ക്ഷമയോടെ നിൽക്കാൻ പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ദറ്റ് വെയിറ്റ് ചെയ്യൂ, ക്ഷമയോടെ നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ട്രസ്റ്റ്, യൂണിവേഴ്സിന്റെ മേലെ ട്രസ്റ്റ് വെക്കാം. എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും ഓക്കെ, എല്ലാത്തിലും ട്രസ്റ്റ് വെക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ദാറ്റ് ഇതെല്ലാം ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് അത് നിങ്ങളെ ബെറ്റർ ആക്കാനാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതം മാറ്റാനും നിങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓക്കെ, ഇത് ലൈക്ക് ഐ തിങ്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ദിവസം ലൈവ് വരിക എന്തെങ്കിലും ചെയ്യാം, എന്നാലും ഇത് പറയാൻ പറ്റുള്ളൂ. സെൽഫ് ലവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം അവനവനെ സ്നേഹിക്കുക, അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ, സന്തോഷമാണോ, അല്ലെങ്കിൽ അത് മാറ്റണോ, നിങ്ങൾ എന്താ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ച് കാർഡ്സ് കൂടി. എക്സിസ്റ്റൻസ്, ബിയോണ്ട് ഇല്യൂഷൻ, ഹീലിംഗ്. ഓക്കെ, possibilities, flowering, playfulness, totality and understanding. സെയിം കാർഡ് ഉണ്ടോ നമ്മളിവിടെ റിയലൈസേഷൻ എന്ന് പറഞ്ഞു, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും നോക്കുക. ഇവിടെയും ഇതൊരു കൂടെന്ന് വിളിക്കുന്നില്ല ഞാൻ, പക്ഷെ ഇതിലൊരു കൂട് കാണുന്നുണ്ട്. പക്ഷിക്ക് പുറത്ത് പറക്കാൻ പോലെ ഇവിടെയും അതുപോലെയാണ്. ഇവിടെ അറ്റത്ത് നിൽക്കുന്നുണ്ട്. ഫ്ലൈ ഔട്ട്, പുറത്തേക്ക് വേണമെങ്കിൽ പറന്ന് പോവാം അല്ലേ. സോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, സോ കുറേ നിങ്ങൾ ആലോചിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ എന്തിനാണ് ഈ വേൾഡിൽ വന്നിട്ടുള്ളത്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങളെ എന്താണ് ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഈ ലോകത്ത് എല്ലാവരും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കണിക പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമുക്കൊക്കെ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. ഓക്കെ, അത് നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ അസസിംഗ് എന്നും പറഞ്ഞു, ഇത് രണ്ടും എനിക്ക് സിമിലർ ആയി തോന്നുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ലൈക്ക് എങ്ങനെ ഇപ്പോൾ പറയാം, ശരിയല്ലാത്ത കാര്യങ്ങളുടെ മേലെ പോലും ഓക്കെ നിങ്ങളൊരു മറ ഇട്ട് വെക്കും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. നമ്മൾ അതിന് ചില എക്സ്ക്യൂസസ് കൊടുക്കും. പോട്ടെ, സാരില്ല, എങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലത് വിട്ടുകളയും. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, റിയാലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് പോട്ടെ, സാരില്ല, അവരെന്തെങ്കിലും ഇതായിട്ടായിരിക്കും ചെയ്തത് എന്ന് പറഞ്ഞൊക്കെ ചിലപ്പോൾ വിട്ടുകളയും. ബട്ട് അവിടെ നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ചില കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഹീലിംഗ് എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങൾ ഹീലാവുന്നു എന്ന രീതിയിലാണ്. നിങ്ങളുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എല്ലാം നിങ്ങൾ ഹീലാവാൻ പോവുകയാണ്. ഓക്കെ, ഐ തിങ്ക് മാറ്റങ്ങൾ വരുമ്പോൾ അത് തന്നെ സംഭവിക്കുന്നത്. നിങ്ങൾ അവനവനെ സ്നേഹിക്കുമ്പോൾ, അവനവനെ കെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ നല്ലതല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ ഹീലായി വരും. ഓക്കെ, മനസ്സ് ആയാലും ശരി, മാനസികമായിട്ടായാലും ശരി, ശാരീരികമായിട്ടായാലും ശരി, നിങ്ങളുടെ സോൾ ആയാലും ശരി, ഓക്കെ, ഒന്ന് ഹീലായിട്ട് വരുമെന്ന് പറയാം. ആൻഡ് ഇവിടെ പോസിബിലിറ്റീസ്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ഓക്കെ, ആ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അതിന് വേണ്ട ആക്ഷൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾ അതിനെയൊക്കെ ഫോളോ ചെയ്യാൻ തയ്യാറാവുക. ഫ്ലവറിംഗ് എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്തിൻ്റെ ഒരു അവസരമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ
മേ ബി കരിയറിലൊക്കെ ഗ്രോത്ത് ആയിരിക്കാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ മേ ബി ജസ്റ്റ് നിങ്ങളുടെ ഇതൊരു തരം പ്രഗ്നൻസിയുടെ ഒരു കാർഡായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ, കുറച്ച് പേർക്ക് മേ ബി പ്രഗ്നൻസിയുടെ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടാവാം. സോ നിങ്ങൾ ആരെങ്കിലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി ചാൻസസ് ഉണ്ട് ഇവിടെ. അല്ലാത്തവർക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായ കാര്യങ്ങളിലേക്ക് നല്ലത് വരുന്നു, ഗ്രോത്ത് വരുന്നു എന്ന രീതിക്കൊക്കെ എടുക്കാം. കരിയറിൽ അബണ്ടൻസ് ആയിരിക്കാം, ലൈഫിൽ ജസ്റ്റ് ഓവറോൾ ഹാപ്പിനെസ് ആയിരിക്കാം, എല്ലാം പറയാം. ഓക്കെ. ആൻഡ് ഇവിടെ പ്ലേഫുൾനെസ് ഒക്കെ ലേശം ഒന്ന് നിങ്ങൾ ഒരുപാട് സീരിയസ് ആയിട്ടൊക്കെ ചിന്തിച്ച് കൂട്ടണ്ട. ഓക്കെ. ഒരല്പം പ്ലേഫുൾനെസ് കൂടി കൊണ്ടുവരാം. ഓക്കെ. നിങ്ങൾ കുട്ടികളെ പോലെ ആവാം, എല്ലാം സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിനോട്. ആക്ച്വലി ഈ കാർഡും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്, സറണ്ടറിങ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾ യൂണിവേഴ്സിനെ. ഓക്കെ. നിങ്ങൾ കൈവിട്ടാലും നിങ്ങൾ വീഴില്ല, യൂണിവേഴ്സ് നിങ്ങളെ പിടിക്കാൻ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതാണ് ട്രസ്റ്റ്, അല്ലേ? നിങ്ങൾക്കൊന്നും പറ്റില്ല, ഒന്നും സംഭവിക്കില്ല, എന്ത് തന്നെ വന്നാലും നിങ്ങളെ അതിനെ ഓവർകം ചെയ്യാനും നിങ്ങളുടെ കൂടെ തന്നെ യൂണിവേഴ്സ് എപ്പോഴും ഉണ്ടാവും എന്നുള്ള ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഇന്നത്തെ ഇതാണ്. ആൻഡ് ബാക്കി വീഡിയോസ് നിങ്ങൾ പ്ലീസ് കാണാം, ന്യൂ മൂണിൻ്റെ വീഡിയോസ് എടുത്ത് കാണാം, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. റെമഡീസ് പ്രത്യേകം ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് വൈകിട്ടൊക്കെ. ഓക്കെ. ഞാൻ ആ വീഡിയോസ് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പ്ലീസ് കാണാം. ഓക്കെ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.